അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എംബ്രോയിഡറി ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എംബ്രോയിഡറി റിങ്, ത്രെഡ്, നീഡിൽ, ട്രിമ്മർ, ബട്ടർ പേപ്പർ. കട്ട് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. സോ ഇതാണ് ബട്ടർ പേപ്പർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കുക. അത് എന്നിട്ട് ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ പെൻ യൂസ് ചെയ്ത് വരച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ റിങ് യൂസ് ചെയ്യുന്നത്. അപ്പം റിങ് എടുത്തിട്ട് റിങ് യൂസ് ചെയ്യേണ്ട മെത്തേഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ചിൻ്റെ റിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലൂസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. അതിൻ്റെ ആ റൗണ്ട് പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിലും മറ്റത് മുകളിലുമായിട്ട് ക്ലോത്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ടത് ടൈറ്റൺ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ക്ലോത്തൊക്കെ വലിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഇരുന്നോളും. ഇതിന് ശേഷമാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 9x9 ആ ഒരു ലെങ്ത്തിലാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം നമ്മൾ ത്രെഡ് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരുപാട് കളേഴ്സ് ഉണ്ട്, ത്രെഡും നീഡിലും എടുക്കുക. ഈ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു 6 ഇഴയായിട്ടായിരിക്കും ചേർത്ത് വെച്ചിട്ടുണ്ടാവുക. അത് 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ 3 സെപ്പറേറ്റ് ചെയ്തെടുത്തത് നമ്മൾ നീഡിലേക്ക് കോർക്കുക. കോർത്തതിന് ശേഷം ആ കോർത്തെടുക്കുന്ന എൻഡ് ഇപ്പുറത്തെ എൻഡുമായിട്ട് കൂട്ടി മുട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് 3 ഇഴയേ ആവശ്യമുള്ളൂ. അപ്പം താഴെ ഭാഗത്തെ എൻഡ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. സോ ഇതിന് ശേഷം നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് വന്നിട്ടുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആക്ച്വലി. കാരണം നമ്മൾ ചെയ്യുന്ന ത്രെഡ് വർക്കിൻ്റെ ലെങ്ത്തും ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൻ്റെ ലെങ്ത്തും ഈക്വലാക്കി കൊടുത്താൽ മതി. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പം കാണുന്ന കൂട്ടത്തിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇപ്പോൾ നമ്മളെങ്ങനെ കെട്ടിടാൻ പോകുന്നതാണ് നോക്കുന്നത്. കെട്ടിടാനായിട്ട് ക്ലോത്തിൻ്റെ ഒരു 4-5 ഇഴ കൂട്ടി ഒരു തുന്നി എടുക്കുക. അതിനകത്ത് നമ്മൾ കോർത്തുകൊണ്ടിരിക്കുന്ന നൂലെടുത്ത് 3 ചുറ്റി സൂചിയുടെ മേലെ 3 ചുറ്റുക. എന്നിട്ടത് ട്രിമ്മർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കെട്ടി വീഴും കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾ ഉറപ്പായിട്ടും റിപ്ലൈ തരും കേട്ടോ.
സോ ഇപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ റിങ് റിമൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ടൈറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതും. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം റിങ് മാറ്റി കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ വർക്ക്. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ടു അവർ ചാനൽ.